ഗുജറാത്തിലെ ഗാന്ധിനഗറിന് അടുത്തുള്ള ശാന്തമായ അദലജ് ഗ്രാമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒറ്റനോട്ടത്തിൽ വലിയൊരു കെട്ടിടത്തിന്റെ മുകൾഭാഗം മാത്രമേ നാം കാണുകയുള്ളൂ. എന്നാൽ പടികളിറങ്ങി താഴേക്ക് ചെല്ലുന്തോറും നാം ചെന്നെത്തുന്നത് നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള ഒരു മഹാത്ഭുതത്തിലേക്കാണ്. അദലജ് നിവാവ് അഥവാ അദലജ് പടിക്കിണർ. വെറുമൊരു ജലസ്രോതസ്സിനുപരിയായി പ്രണയത്തിന്റെയും ത്യാഗത്തിന്റെയും വാസ്തുവിദ്യയുടെയും ഒരു നിശബ്ദ കാവൽക്കാരനായി ഈ നിർമ്മിതി ഇന്നും നിലകൊള്ളുന്നു. 1498 ആരംഭിച്ച ഇതിന്റെ നിർമ്മാണത്തിന് പിന്നിൽ ഹൃദയസ്പർശിയായ ഒരു ചരിത്രമുണ്ട്. ദണ്ഡായ ദേശത്തെ ഹിന്ദു രാജാവായിരുന്ന റാണ വീർ സിംഗ് തന്റെ പ്രജകൾക്ക് കുടിവെള്ളത്തിനായി പണി തുടങ്ങിയതാണ് ഈ കിണർ. എന്നാൽ നിർമ്മാണം പൂർത്തിയാകുന്നതിന് മുൻപ് സുൽത്താൻ മഹമൂദ് ബെഗഡയുമായുള്ള യുദ്ധത്തിൽ അദ്ദേഹം കൊല്ലപ്പെട്ടു. ഭർത്താവിന്റെ സ്വപ്നം പൂർത്തിയാക്കാൻ വേണ്ടി മാത്രം സുൽത്താന്റെ വിവാഹാഭ്യർത്ഥന സ്വീകരിച്ച റാണി രിതാബായ് കിണർ പൂർത്തിയായ അന്ന് അതിലെ തണുത്ത വെള്ളത്തിലേക്ക് ചാടി ജീവനൊടുക്കി. തന്റെ പ്രണയവും അന്തസ്സും കാത്തുസൂക്ഷിച്ച റാണിയുടെ ആത്മത്യാഗത്തിന്റെ സ്മാരകം കൂടിയാണിത്. 5 നിലകളിലായി ഭൂമിക്കടിയിലേക്ക് വ്യാപിച്ചു കിടക്കുന്ന ഈ നിർമ്മിതി ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യയുടെ മനോഹരമായ ഒരു സമന്വയമാണ്. ഓരോ നിലയും താങ്ങുന്ന കരിങ്കൽ തൂണുകളിൽ കൊത്തിവെച്ചിരിക്കുന്ന ശില്പങ്ങൾ ആരെയും അതിശയിപ്പിക്കും. പടിക്കെട്ടുകൾ താഴേക്ക് ഇറങ്ങുമ്പോൾ പുറത്തെ ചൂടിൽ നിന്ന് പെട്ടെന്നൊരു തണുപ്പിലേക്ക് നാം മാറും. ഭൂഗർഭമായതുകൊണ്ടും വായുസഞ്ചാരം കൃത്യമായി ക്രമീകരിച്ചിരിക്കുന്നതുകൊണ്ടും പുറത്തുള്ളതിനേക്കാൾ 6 ഡിഗ്രിയോളം ചൂട് കുറവാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. പഴയകാലത്ത് മരുഭൂമിയിലൂടെ എത്തുന്ന യാത്രികർക്കും വ്യാപാരികൾക്കും തണലേകിയിരുന്ന ഒരിടമായിരുന്നു ഇത്. ഇവിടുത്തെ കൊത്തുപണികൾ ഓരോന്നും ഓരോ കഥകൾ പറയുന്നു. നവഗ്രഹങ്ങൾ, പൂക്കൾ, കൽപ്പവൃക്ഷത്തിന്റെ രൂപരേഖ, ആനകൾ തുടങ്ങി അതിസൂക്ഷ്മമായ കലകൾ മണൽക്കല്ലുകളിൽ വിരിഞ്ഞു നിൽക്കുന്നു. കിണറിന്റെ മുകൾഭാഗം അഷ്ടഭുജാകൃതിയിൽ തുറന്നു കിടക്കുന്നതിനാൽ സൂര്യപ്രകാശവും കാറ്റും എല്ലാ നിലകളിലേക്കും കൃത്യമായി എത്തുന്നു. ഉച്ചസമയത്ത് സൂര്യൻ നേരെ മുകളിലെത്തുമ്പോൾ മാത്രമാണ് വെളിച്ചം ഏറ്റവും താഴത്തെ നിലയിൽ പതിക്കുന്നത്. ഇന്നും അദലജ് പടിക്കിണർ സന്ദർശിക്കുന്നവർക്ക് അവിടെ ഒരു നിഗൂഢമായ ശാന്തത അനുഭവിക്കാൻ കഴിയും. കാലം മായ്ക്കാത്ത കൊത്തുപണികളും റാണിയുടെ ചരിത്രവും അക്കാലത്തെ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യവും ഒത്തുചേരുന്ന ഈയിടം ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച പൈതൃക കേന്ദ്രങ്ങളിൽ ഒന്നാണ്. ചരിത്രപ്രേമികൾക്കും വാസ്തുവിദ്യ ഇഷ്ടപ്പെടുന്നവർക്കും ഈ ഭൂഗർഭ വിസ്മയം ഒരു പുത്തൻ അനുഭവമായിരിക്കും എന്നതിൽ സംശയമില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത ഒരു യാത്രയുമായി വീണ്ടും കാണാം.